ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന പോയത്തിൻ്റെ ഷോർട്ട് സമ്മറിയാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള പൊയംസ് എല്ലാം തന്നെ വളരെ ചെറുതും സിമ്പിളുമാണ്. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളെ വളരെ ആഴത്തിൽ തന്നെ വിലയിരുത്തുന്നതും കൂടെയാണ് ഈ പൊയംസ്. അത്തരത്തിലൊരു പൊയമാണ് സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പോയം നോക്കുവാണെങ്കിൽ മഞ്ഞുകാലത്ത് എപ്പോഴോ ഉള്ളൊരു സായങ്കാലം, ഒരു സായാഹ്നമാണ്. മഞ്ഞുകാലത്ത് മഞ്ഞ് വീഴുന്ന മിതോഷ്ണ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഉച്ചതിരിഞ്ഞ് 4 മണിയാകുമ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങും. എങ്കിലും 7-8 ആ ഒരു സമയമാണല്ലോ നമ്മൾ സായന്തനമെന്ന് സാധാരണ പറയുന്നത്. താഴെ തണുത്തുറഞ്ഞ തടാകത്തിന് മറുവശത്ത് അതിരിടുന്ന മരക്കൂട്ടങ്ങൾക്കിടയിൽ തൻ്റെ കുതിരസവാരിക്കിടയിൽ ജീവിതത്തിൻ്റെ ആരവങ്ങളിൽ നിന്നും ഇത്തിരി ഒരു ഇടവേള എടുക്കുകയാണ് യാത്രികനിവിടെ. എങ്കിലും അവിടെയും അയാൾക്ക് പൂർണ്ണമായൊരു മോചനം കിട്ടുന്നില്ല. താഴെ ഗ്രാമത്തിലാണ് അയാളുടെ വീട്. പക്ഷേ അയാളുടെ തോട്ടത്തിൽ മഞ്ഞ് വീണ് നിറയുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് അവനറിയാൻ സാധ്യതയില്ല എന്നൊരു ആത്മകഥത്തിലൂടെ പോയറ്റ് ഇവിടെ പറയുന്നു. ഇവിടെ ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഗൂഢമായ എന്തോ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെയാണ് അയാൾ പ്രകൃതിയുടെ വികൃതികളുടെ കാഴ്ചക്കാരനായി മാറുന്നത്. ആരും കാണാതെ ആരോരും അറിയാതെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയതാണോ അയാളെന്നും പറയുന്നുണ്ട്. അടുത്ത 4 വരികളിൽ അയാളുടെ കുതിരയുടെ മാനസിക വ്യാപാരങ്ങളിലൂടെ അയാൾ സ്വയം തന്നെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തട്ടിയുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ പൊയം ഇരുട്ടിൻ്റെ സൗന്ദര്യമാണ് അനാവരണം ചെയ്യുന്നതെന്നും അനിവാര്യമായ ഏവരെയും കാത്തിരിക്കുന്ന മരണകാലത്തെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ അലസമായി പാറി വരുന്ന മഞ്ഞുകണം പോലെ ആരോരും അറിയാതെ അവസാന അധ്യായം വായിച്ചു തീർക്കുന്ന മാനവ ജീവിതമാകാം കവി ഇവിടെ വരച്ചു ചേർത്തിരിക്കുന്നത്. അർത്ഥതലങ്ങൾ കൽപ്പിച്ച് നൽകാൻ ശ്രമിച്ചവരോടൊക്കെ ഫ്രോസ്റ്റ് പറയുന്നത് നോ എന്നാണ്. വായനക്കാർക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങൾ ചിന്തിച്ചു കൂട്ടാനൊരു അവസരം കൂടെ അദ്ദേഹം അവിടെ നൽകുന്നു. നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാം, എന്നെയും നിങ്ങളെയും പോലെ അനശ്വരമായ പ്രകൃതിയുടെ പ്രശാന്തമായ സൗന്ദര്യം ആസ്വദിച്ച് അധികനേരം ചെലവഴിക്കുവാൻ ജീവിത ത്വരകൾ നമ്മെ അനുവദിക്കില്ല. മഞ്ഞ് പെയ്യുന്ന സായന്തനത്തിൽ കുതിരപ്പുറത്ത് തൻ്റെ ലക്ഷ്യം മറന്നിരിക്കുന്ന കുതിരക്കാരനെ അവൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും തട്ടി ഉണർത്താൻ കുതിര തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മണി കിലുക്കിക്കൊണ്ട് ശ്രമിക്കുന്നു. ആ സമയം കുതിര ചിന്തിക്കുകയാണ്, ഇത് അസാധാരണമാണ്. തൻ്റെ യജമാനന് സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുന്ന ആ യാത്രക്കാരൻ അല്പമൊരു കാർക്കശ്യത്തോടെ തന്നെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉണരുന്നു. ഈ വനം അന്ധകാരത്തിൻ്റെ നിഗൂഢ സൗന്ദര്യം ഒളിപ്പിക്കുന്നതാകാം. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് കാതങ്ങൾ താണ്ടാനുണ്ടെന്ന് യാത്രക്കാരൻ പറയുമ്പോൾ അനുവാചകൻ അതിനെ അതിൻ്റെ നേരെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു.